പ്രീസ്റ്റ് റവറൻഡ് ഡോക്ടർ തോമസ് ബേനാച്ചേരി അനുമതി നൽകി കടപ്പൂർ നിവാസികളുടെ മുത്തിയമ്മയുടെ മക്കളുടെ കൈകളിലേക്ക് കപ്പലിത നൽകപ്പെട്ടു കഴിഞ്ഞു. നോമ്പ് നോക്കിയും പ്രാർത്ഥിച്ചൊരുങ്ങിയും മാനസികവും വൈകാരികവും ശാരീരികവുമായ കടപ്പൂർ കരയിലെ പുതുതലമുറ കപ്പൽ വഹിക്കുന്നതിനായി ഒന്നു ചേർന്ന് ഈ തിരുമുറ്റത്ത് എത്തിയിരിക്കുകയാണ്. ഇതാ ആദ്യപാദത്തിലെ 3 കുമ്പിടലുകൾ നമുക്ക് കാണുവാൻ കുമ്പിട്ടുള്ള ബാബുസ ശുശ്രൂഷയെ നമുക്ക് അനുസ്മരിക്കാം. 1-ാം തവണ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ ഓടിക്കൊണ്ട് മുത്തിയമ്മയുടെ വലിയ പള്ളിയുടെ തിരുനടയിലേക്ക് ഓടിക്കയറിക്കൊണ്ട് കുമ്പിട്ടിരിക്കുന്നു. കപ്പൽ പ്രദക്ഷിണം ബൈബിൾ സംഭവങ്ങളുടെ ഒരു പുനരാവിഷ്കരണമാണ്. യോനാ പ്രവാചകന്റെ പുസ്തകം 1-2 അധ്യായങ്ങളിലെ ബൈബിൾ സംഭവങ്ങളാണ് നാം ഇവിടെ അനുസ്മരിക്കുക. അമിത്തായുടെ പുത്രൻ യോനായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നീ മഹാനഗരമായ നിനവേയിലേക്ക് യാത്രയാവുക, അവരോട് തങ്ങളുടെ ദുഷ്ടത മതിയാക്കി ദൈവത്തിങ്കലേക്ക് തിരിയാൻ ആവശ്യപ്പെടുക. ദൈവത്തിൻ്റെ സ്നേഹപൂർവകമായ ദാനമാണ് തൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമാകുവാനുള്ള ആഹ്വാനം. ഈ ദൈവിക ആഹ്വാനത്തിന് മറുപടി നൽകാതെ കർത്താവിൻ്റെ വാക്ക് ധിക്കരിച്ച് യോന താർശീശിലേക്ക് കപ്പൽ കയറി. താർശീശിലേക്ക് യാത്രയാകുന്ന കപ്പലിൽ ഓടിക്കയറിയ യോന കപ്പലിൽ സ്വൈര്യമായി വിശ്രമിക്കാമെന്ന് കരുതി കപ്പൽ തട്ടിൽ വിശ്രമിച്ചിരിക്കുന്ന സമയമാണ് ദൈവം കടലിലേക്ക് കൊടുങ്കാറ്റിനെ അയക്കുന്നത്. തങ്ങളുടെ മുൻ തലമുറയെ കടൽ ദുരന്തത്തിൽ നിന്നും കപ്പൽ ദുരന്തത്തിൽ നിന്നും രക്ഷിച്ച മുത്തിയമ്മയോട് ദൈവപിതാവിനോടുള്ള നന്ദി സൂചകമായി എല്ലാ വർഷവും കടപ്പൂർ കരക്കാർ എത്തുന്നു. പാരമ്പര്യങ്ങൾ അഭംഗുരം കാത്തു സൂക്ഷിക്കുവാനായി മുൻപൊരിക്കൽ നാവിക പാരമ്പര്യമുള്ള കടപ്പൂർ നിവാസികൾ കടൽ ദുരന്തത്തിൽ കപ്പൽ ദുരന്തത്തിൽ കടൽക്ഷോഭത്തിൽ പെടുമെന്നായപ്പോൾ കടലിലായിരുന്നു, നടുക്കടലിലായിരുന്നു. അന്നത്തെ യാത്രികർ പ്രാർത്ഥിച്ചു, കുറവിലങ്ങാട് മുത്തിയമ്മേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ, ഞങ്ങൾ ദുരന്തത്തിൽ പെടാതെ ഞങ്ങളെ രക്ഷിക്കണമേ. മുത്തിയമ്മ വഴിയായി ദൈവം പ്രാർത്ഥന കേട്ടു. കടൽ ദുരന്തത്തിൽ നിന്നും രക്ഷിക്കുകയാണെങ്കിൽ തങ്ങൾ തിരിച്ചെത്തുമ്പോൾ തങ്ങളുടെ തറവാട് പള്ളിയായ കുറവിലങ്ങാട് പള്ളിയിൽ ഒരു കപ്പൽ പണി കഴിപ്പിച്ച് നൽകിക്കൊള്ളാമെന്നും നേർച്ചയായി പ്രസ്തുത സംഭവത്തിന്റെ ഓർമ്മയായി എല്ലാ വർഷവും 3 നോമ്പ് തിരുനാളിന് അത് കപ്പൽ സംവഹിച്ചു കൊള്ളാമെന്നും നേർച്ച നേർന്നതിന്റെ ഫലമായി മുത്തിയമ്മ സംരക്ഷിച്ച് കടപ്പൂർ നിവാസികളെ തിരിച്ചെത്തിയതിൻ്റെ സ്മരണാർത്ഥം കടപ്പൂർ മുത്തിയമ്മയ്ക്ക് സമ്മാനിച്ചതാണ് ഈ കപ്പൽ എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ചരിത്രത്തോട് ഹൃദയങ്ങൾ ചേർത്ത് വെച്ചാണ് ഈ പുതുതലമുറ സഞ്ചരിക്കുന്നത്. പ്രസ്തുത സംഭവത്തെ എല്ലാ വർഷവും അനുസ്മരിച്ചുകൊണ്ട് ഇത് തങ്ങളുടെ വലിയ ഉത്തരവാദിത്വമായി, കടമയായി, പാരമ്പര്യമായി, നിധി പോലെ ചേർത്ത് വെച്ച സൂക്ഷിപ്പായി പുതുതലമുറ ഇതിനെ കാണുകയാണ്. കടലിലൂടെ കാറ്റിലും കോളിലും പെട്ട കപ്പൽ തെന്നി നീങ്ങുന്നത് എത്ര ലളിതമായിട്ടാണ് ഈ കടപ്പൂർ നിവാസികൾ ഇവിടെ ദൃശ്യവൽക്കരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ദൈവസ്വരം കേൾക്കാതിരിക്കുകയും അവിടുത്തോട് ആലോചിക്കാതിരിക്കുകയും ചെയ്ത് സ്വന്തം തിരക്കഥ രചിച്ച യോന കർത്താവ് കടലിലേക്ക് ഒരു കൊടുങ്കാറ്റിനെ അയച്ചു കഴിഞ്ഞു. നിനവേയുടെ പാപത്തിന് പശ്ചാത്താപത്തിന്റെ വിത്തുവാകാൻ
ദൈവം തിരഞ്ഞെടുത്ത യോനായുടെ അനുസരണക്കേടിന് ദൈവത്തിന്റെ കോപം കൊടുങ്കാറ്റായി കടലിൽ രൂപം പ്രാപിക്കുകയാണ്. കുരിശും തൊട്ടിയില് കപ്പൽ സംവഹിക്കപ്പെടുന്ന ഈ നിമിഷങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ശാന്തമായല്ല കപ്പൽ സഞ്ചരിക്കുക. കപ്പലിന് വലിയ മാറ്റങ്ങൾ, കടലിലെ വലിയ മാറ്റങ്ങൾ സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കപ്പൽ ശാന്തമാകുന്നില്ല, കടൽ ശാന്തമാകുന്നില്ല. കപ്പൽ ആടിയുലയുന്ന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. കപ്പൽ ക്ഷോഭത്തിൽ, കപ്പൽ തകരുന്ന അവസ്ഥയിലേക്ക് ഇതാ കപ്പൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും തങ്ങളുടെ ദേവന്മാരെ വിളിച്ച് അപേക്ഷിക്കുവാൻ തുടങ്ങുന്ന നിമിഷമാണിത്. തിരുമുറ്റത്ത് ശാന്തമായി കടപ്പൂർ കരക്കാരുടെ കൈകളിലേറി ദേവാലയത്തിന്റെ തിരുമുറ്റത്ത് പരിശുദ്ധ മദ്ബഹയോട് അഭിമുഖമായി നിന്നുകൊണ്ട്, കപ്പൽ ശാന്തമായി നിന്നുകൊണ്ട് കടപ്പൂർ കരക്കാര് കപ്പലിന്റെ കൊടി താഴ്ത്തിക്കെട്ടുന്ന സമയമാണിത്. കപ്പൽ കൊടി താഴ്ത്തിക്കെട്ടി കപ്പൽ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരാണ്ടുവട്ടത്തിന് ശേഷം മാത്രം ഇനി കാണുവാൻ സാധിക്കുന്ന സുന്ദരമായ ആത്മീയതയുടെ, ബൈബിൾ സംഭവങ്ങളുടെ കപ്പൽ യാത്ര അവസാനിപ്പിച്ച് കപ്പൽ വലിയ പള്ളിക്കുള്ളിലേക്ക് ശാന്തമായി പ്രവേശിക്കുകയാണ്. യാചനമേ ചെവി ചായ്ക്കണമേ, കർത്താവേ കനിയണമേ, കാരുണ്യം ചെയ്തിടണമേ, ദാസരോടൊരുമയ